اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الإخوان والأخوات، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. وفتحت السماء فكانت أبوابا. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, കാരുണ്യവാനായ അള്ളാഹുവിന്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. കാരുണ്യവാനായ അള്ളാഹു അവന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും പാലിച്ചു ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ, സ്വർഗാവകാശികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, നിങ്ങൾക്ക് മുമ്പിൽ ഞങ്ങളുടെ വാതിലുകൾ മലർക്കെ തുറന്നു വച്ചിരിക്കുന്നു. ഒരിക്കലും നിങ്ങൾക്ക് മുമ്പിൽ ഞങ്ങളുടെ വാതിലുകൾ കൊട്ടിയടക്കപ്പെടുകയില്ല. എപ്പോഴും നിങ്ങൾക്ക് കടന്നു വരാം. പൊതുവെ നാം കേൾക്കുന്ന ചില പരസ്യവാചകങ്ങളിലെ പ്രധാനമായൊരു വാചകമാണ് ഞാൻ സൂചിപ്പിച്ചത്. വാതിലുകൾ തുറക്കപ്പെട്ടാൽ പ്രവേശിക്കുവാനും അടക്കപ്പെട്ടാൽ പ്രവേശനം തടയപ്പെടുകയും ചെയ്യുമെന്ന് ഞാൻ വിശദീകരിച്ചു പറയേണ്ടതില്ല. വാതിലുകൾ നമുക്കറിയാം, അത് സുരക്ഷയാണ്. അതിനാൽ തന്നെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ വീടുകളാവട്ടെ, ഓഫീസുകളാവട്ടെ, സ്ഥാപനങ്ങളാവട്ടെ, ഏതൊന്ന് നമ്മൾ സുരക്ഷയായി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ ആ ആഗ്രഹിക്കുന്നതിന് നാം വാതിലുകൾ സ്ഥാപിക്കുകയും അതിന്റെ പ്രയോജനങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നു. എവിടെയെല്ലാം വാതിലുകൾ ആവശ്യമുണ്ടോ അവിടെയെല്ലാം വാതിലുകൾ സ്ഥാപിക്കാൻ ശ്രദ്ധിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ആവശ്യാനുസരണം തുറക്കുകയും അടക്കുകയും ചെയ്യുന്നവയാണ് വാതിലുകൾ. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ തുറക്കാം, അടച്ചു വെക്കേണ്ട സമയത്ത് അടച്ചു വെക്കാം. വിശ്വാസികളെ, നമ്മുടെ രക്ഷിതാവും ആ രക്ഷിതാവ് സൃഷ്ടിച്ചവയിൽ പലതിനും വാതിലുകൾ സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് ഖുർആനിന്റെ ആയത്തുകളിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട സംഗതിയാണ്. ഫിൽ ജന്ന സമാനിയത്തു അബ്വാബിൻ, സ്വർഗത്തിന് 8 വാതിലുകളുണ്ടെന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന 3257 ഹദീസില് നമുക്ക് കാണാൻ സാധിക്കും. സ്വർഗത്തിന് 8 വാതിലുകളുണ്ട്. അതേപോലെ തന്നെ അള്ളാഹു നരകം സ്ഥാപിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഹിജ്റിലെ
43, 44 ആയത്തുകളിൽ അള്ളാഹു അവർക്ക് വാഗ്ദാനം ചെയ്തത് നരകമാണ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നു ലഹ, അതിനുണ്ട് സബ്അതു അബ്വാബിൻ, 7 വാതിലുകളുണ്ട്. ആ 7 വാതിലുകളിലൂടെയും പ്രവേശിക്കുന്ന പ്രത്യേക വിഭാഗമുണ്ട് എന്നും വിശുദ്ധ ഖുർആനിന്റെ ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രവാചകന്റെ വാചകത്തിലും അത് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ വിലയിരുത്തുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന പ്രധാനപ്പെട്ട സംഗതിയാണ്, ആകാശത്തെ സുരക്ഷിതമായ മേൽക്കൂരയായി അള്ളാഹു സൃഷ്ടിച്ചപ്പോൾ അള്ളാഹു അതിന് വാതിലുകളും സ്ഥാപിച്ചിട്ടുണ്ട് എന്നാണ്. വിശുദ്ധ ഖുർആനിൽ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള അമ്മയത്ത് സാലുൻ എന്ന് പറയുന്ന സൂറത്ത് നബയിലെ 19ാമത്തെ ആയത്താണ് ആമുഖമായി ഞാൻ ഓതി വെച്ചത്. അല്ലേ, അവിടെ അബ്വാബ് എന്ന് പറഞ്ഞാൽ വാതിലുകളാണ്. അല്ലാഹുവിന്റെ അനുമതിയോടുകൂടെയാണ് ആകാശ കവാടങ്ങൾ തുറക്കപ്പെടുന്നത്. ആ ആകാശ കവാടങ്ങൾ തുറക്കപ്പെടുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ കർമ്മങ്ങളുമൊക്കെ അള്ളാഹുവിലേക്ക് ഉയരുന്നത്. എവിടെയാണോ നമുക്ക് മുമ്പിൽ ആകാശത്തിന്റെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുന്നത്, ആ സന്ദർഭങ്ങളിൽ നമ്മുടെ ഇബാദത്തുകൾ, നമ്മുടെ ആരാധനകൾ, നമ്മുടെ പ്രാർത്ഥനകൾ അത് അള്ളാഹുവിലേക്ക് ഉയരുന്നത് തടയപ്പെടുമെന്നാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. ആകാശ കവാടങ്ങൾ തുറക്കപ്പെടുക എന്ന് പറഞ്ഞതിന്റെ താല്പര്യം ഓരോരുത്തരുടെയും കർമ്മങ്ങൾക്കും അതേപോലെ തന്നെ ആത്മാക്കൾക്കും മേൽപോട്ട് പ്രവേശനം നൽകപ്പെടുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അഥവാ നമ്മുടെ കർമ്മങ്ങൾക്ക് സ്വീകാര്യത ലഭിക്കുക, നമ്മുടെ പ്രവർത്തനങ്ങളിൽ സ്വീകരിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുക. അതാണ് വിശുദ്ധ ഖുർആനിലെ 35-ാം അധ്യായം സൂറത്ത് ഫാത്തിറിലെ 10ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത്, ഇലൈഹി യസ്അദുൽ കലിമുത് ത്വയ്യിബ് വൽ അമലുസ് സ്വാലിഹ് യർഫഉഹു എന്നാണ്. അവങ്കിലേക്കാണ് ഉത്തമ വചനങ്ങൾ കയറിപ്പോകുന്നത്, നല്ല പ്രവർത്തനത്തെ അവൻ ഉയർത്തുകയും ചെയ്യുന്നു എന്ന് അല്ലാഹു ആയത്തിലൂടെ പറയുകയാണ്. ആകാശ കവാടങ്ങൾ തുറക്കപ്പെടുന്ന ചില പ്രത്യേക സമയങ്ങളും പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളും ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ചിലത് ശ്രദ്ധയിൽപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്. വിശ്വാസികളെ, ആകാശ കവാടങ്ങൾ തുറക്കപ്പെടുന്ന ചില സമയങ്ങള് അള്ളാന്റെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് ഇത് പറയുന്നതെന്നും, ഈ സന്ദർഭങ്ങളിൽ നമ്മുടെ ആവശ്യങ്ങളെ അള്ളാഹുവിലേക്ക് പറയുവാനും അതിന് സമയം കാണുവാനും നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അനേക ആവശ്യങ്ങളുണ്ട് നമുക്ക്, ചെറുതും വലുതുമായ കാര്യങ്ങൾ. പലപ്പോഴും നമ്മുടെ കൂടെയുള്ള ആളുകളോട് പരാതി പറയും, എനിക്കതില്ല, ഇതില്ല, ഇന്ന പ്രശ്നമുണ്ട്, ആ പ്രശ്നമുണ്ട്, ഈ പ്രശ്നമുണ്ട്. പക്ഷെ ആത്മാർത്ഥമായി നമ്മൾ പരാതി പറയുമ്പോൾ ഒരാൾ നമ്മോട് പറയാണ്, നിന്റെ ഈ പ്രശ്നം ഇന്ന ആളോട് പറഞ്ഞാൽ അത് പരിഹരിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ അയാളെടുത്തേക്ക് പോവാനും അയാളോട് പോയി പറയാനും നമുക്ക് യാതൊരു വിഷമമില്ല. പക്ഷെ അയാളെ കാണേണ്ട സമയം ഇന്ന സമയമാണ് എന്നുകൂടി പറഞ്ഞാൽ ആ സമയം നോക്കി നമ്മൾ അയാളിലേക്ക് പോവാൻ പ്രത്യേകം ശ്രദ്ധിക്കും. കാരണം ആ സമയത്ത് പോയി പറഞ്ഞാൽ എന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമെന്നറിയുന്ന ആ ഒരു അറിവ് നമുക്ക് കിട്ടിയപ്പോഴാണ് ഭൗതികമായ കാര്യങ്ങൾ നമ്മൾ ഏതെങ്കിലും ഒരാളെടുത്ത് പോവേണ്ടി വന്നാൽ ആ സമയവും സന്ദർഭവും ഒക്കെ നമ്മൾ ചെലവഴിക്കുന്നത് അല്ലെങ്കിൽ അത് ഉപയോഗപ്പെടുത്തുന്നത്. എങ്കിൽ നോക്കൂ നിങ്ങൾ, നമ്മുടെ കാര്യങ്ങളെ കൃത്യമായി അറിയാനും കേൾക്കാനും കഴിയുന്ന റബ്ബ് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ എന്നിലേക്ക് ഉയർത്തപ്പെടുന്ന പരിഹാരമുണ്ടാക്കപ്പെടുന്ന സന്ദർഭങ്ങളുണ്ട്, സമയങ്ങളുണ്ട്, കാര്യങ്ങളുണ്ട് എന്ന് പറയുമ്പോ അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ച് ആ സമയങ്ങൾ മനസ്സിലാക്കി ആ സമയം പ്രത്യേകം അള്ളാഹുവിലേക്ക് കാര്യങ്ങൾ പറയാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, പ്രിയപ്പെട്ടവരെ, ബാങ്ക് കൊടുക്കുന്ന സമയമാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നോക്കൂ നിങ്ങൾ, ഇദാ നാദാ അൽ മുനാദി, ബാങ്ക് കൊടുക്കുന്നവൻ ബാങ്ക് കൊടുത്താൽ, ബാങ്ക് കൊടുക്കുന്ന സന്ദർഭങ്ങളിൽ അള്ളാഹുവിന്റെ പ്രവാചകനെ വിശദീകരിക്കുന്നു. നോക്കൂ നിങ്ങൾ, ഫുതിഹത് അബ്വാബുസ് സമാഇ, ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും. എന്നിട്ട് വസ്തുജീബത് ദുആ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകപ്പെടുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ പറയണം. പ്രിയപ്പെട്ടവരെ, ബാങ്ക് കഴിഞ്ഞാൽ ബാങ്കിനും ഇഖാമത്തിനുമൊക്കെ ഇടയിലുള്ള സമയം നമ്മൾ അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമുക്ക് പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നമസ്കാരത്തിന്റെ സമയം
അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വാചകം നോക്കുന്നെങ്കിൽ ഇദാ സുവിബ ബിസ്സലാ ഫുതിഹത് അബ്വാബുസ് സമാ. ആ നമസ്കാരത്തിന് വേണ്ടി നിൽക്കപ്പെട്ടാൽ, നമസ്കാരത്തിന് നിന്നാൽ തീർച്ചയായും ആകാശ കവാടങ്ങൾ തുറക്കപ്പെടും. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു വസ്തുജീബദ് ദുആ, ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, നിസ്കാരത്തിൽ നമ്മൾ അല്ലാഹുവോട് നമ്മുടെ ആവശ്യങ്ങളാണ് പറയുന്നത്. ആ ആവശ്യങ്ങൾ നിസ്കാരത്തിൽ നിന്ന് അശ്രദ്ധമായി പറയുന്ന സാഹചര്യമല്ല ഉണ്ടാവേണ്ടത്. നാഥാ, എനിക്ക് നീ പാപം പുറത്തു തരണം, എന്നോട് കരുണ കാണിക്കണം, എന്നെ ഹിദായത്തിലാക്കണം എന്നൊക്കെ നമ്മൾ ആത്മാർത്ഥമായി പറയുമ്പോൾ, അത് ഹൃദയത്തിൽ തട്ടി നമ്മൾ പറയുന്നുവെങ്കിൽ ആ പ്രാർത്ഥന അള്ളാഹുവിലേക്ക് ഉയരുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകനാണ് പഠിപ്പിക്കുന്നത്. ഇനി നോക്കൂ നിങ്ങൾ, മറ്റൊരു സമയം കൂടിയും അള്ളാഹിന്റെ പ്രവാചകൻ പറയുകയാണ്, നമസ്കാരത്തിന് ഇഖാമത്ത് വിളിച്ചാൽ, നമസ്കാരത്തിന് ഇഖാമത്ത് വിളിച്ചാൽ, ഇദാ ഉഖീമത്തിസ് സ്വലാ, നമസ്കാരത്തിന് വേണ്ടി ഇഖാമത്ത് വിളിച്ചാൽ ഫുതിഹത് അബ്വാബുസ് സമാഇ, ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും, ആകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും. വസ്തുജീബദ് ദുആ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമെന്ന് അള്ളാഹിന്റെ പ്രവാചകൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി നോക്കുന്നെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ അണിയായി നിൽക്കുന്ന സന്ദർഭമാണ് മറ്റൊരു സന്ദർഭമായി അള്ളാഹിന്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നത്. സാഅത്താനി, രണ്ടു സന്ദർഭങ്ങൾ, രണ്ടു സമയങ്ങൾ, തുഫ്തഹു ഫീഹിമാ അബ്വാബുസ് സമാഇ, ആ രണ്ട് സന്ദർഭങ്ങളിലും ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കും. ഫലമ്മാ തുറദ്ദു അലാ ദാഇൻ ദഅവതുഹു, ആ സന്ദർഭത്തിൽ ഒരു പ്രാർത്ഥിക്കുന്നവൻ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന ഫലാ തുറദ്ദു, അതൊരിക്കലും തള്ളപ്പെടുകയില്ല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകനാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഒന്ന്, ഇൻദ ഹുദൂരി സ്വലാ, നമസ്കാരത്തിന്റെ സമയമാകുമ്പോ, നിസ്കാരത്തിലേക്ക് ഹാജരാകുന്ന സന്ദർഭങ്ങളിൽ അള്ളാഹുവോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ആ സന്ദർഭം അള്ളാഹു നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന സമയമാണ്. രണ്ടാമത് പറയുന്നത് വസ്സഫി ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് വേണ്ടി അണിനിരക്കുന്ന സന്ദർഭങ്ങളിലും അള്ളാഹുവോട് പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകനാണ് ഓർമ്മപ്പെടുത്തുന്നത്. പിന്നൊരു സന്ദർഭം ഏതാണെന്നോ, എല്ലാവരും സ്വസ്ഥമായി ഉറങ്ങുന്ന പാതിരാത്രിയിൽ, രാത്രിയുടെ പകുതിയുടെ സമയത്ത് ആരെങ്കിലും എഴുന്നേറ്റ് അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ആ സമയം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ് എന്ന് അള്ളാഹുവിന്റെ റസൂലാണ് പറയുന്നത്. തുഫ്തഹു അബ്വാബുസ് സമാഇ നിസ്ഫൽ ലൈലി, രാത്രിയുടെ പകുതിയാകുമ്പോൾ ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും. എന്നിട്ട് ഫയുനാദി മുനാദിൻ, വിളിച്ചു പറയുന്നവൻ വിളിച്ചു പറയും, ഹൽ മിൻ ദാഇൻ, ആരെങ്കിലും പ്രാർത്ഥിക്കുന്നവരുണ്ടോ, ആരെങ്കിലും പ്രാർത്ഥിക്കുന്നവരുണ്ടോ എങ്കിൽ ഫയുസ്തജാബു ലഹു, അവൻ ഉത്തരം നൽകുന്നതാണ്. ഹൽ മിൻ സായിലിൻ ഫയുഅത, ആരെങ്കിലും ചോദിക്കുന്നവരുണ്ടോ എങ്കിൽ അവന് കൊടുക്കപ്പെടുന്നതാണ്. ഹൽ മിൻ മക്റൂബിൻ ഫതഫറജു അൻഹു, ആർക്കെങ്കിലും പ്രയാസം അനുഭവപ്പെടുന്നുണ്ടോ, ആ പ്രയാസം നീങ്ങണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ. എന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയണേ, ഫലാ യബ്ഖാ മുസ്ലിമുൻ യദ്ഉ ബിദഅവതിൻ ഇല്ലാ ഇസ്തജാബ അല്ലാഹു ലഹു ഇല്ലാ സാരിയതൻ തസ്ആ ബിഫർദിഹാ ഔ അശ്ശാറിൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്താണ്. ആ സന്ദർഭങ്ങളിൽ പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകുമെന്നാണ് ഇവിടെ എടുത്തു പറയുന്നത്. മറ്റൊരു സന്ദർഭം ഏതാണെന്നോ, എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയുമാണ്. ആ തിങ്കളാഴ്ചക്കും വ്യാഴാഴ്ചക്കും ഒരു പ്രത്യേകത കൂടിയുണ്ട് പ്രിയപ്പെട്ടവരെ. എന്താണ്? നമുക്ക് സുന്നത്ത് നോമ്പ് നോൽക്കാൻ അള്ളാന്റെ പ്രവാചകന് പഠിപ്പിച്ച പ്രത്യേകമായ സന്ദർഭമാണ്, ദിവസമാണ്. അള്ളാന്റെ റസൂൽ പറയുന്നു, നോക്കുന്നെങ്കിൽ തുഫ്തഹു അബ്വാബുസ് സമാഇ കുല്ല യൗമി ഇസ്നൈനി വഖമീസിൻ, എല്ലാ വ്യാഴാഴ്ചയും എല്ലാ തിങ്കളാഴ്ചയും ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും. ഫയുഗ്ഫറു ദാലികൽ യൗമ ലികുല്ലി അബ്ദിൻ ലാ യുശ്രികു ബില്ലാഹി ശൈആ ഇല്ലംറഅൻ കാന ബൈനഹു വബൈന അഖീഹി ശഹ്നാൻ. ആരെ രണ്ട് വ്യക്തികൾ പരസ്പരം പിണങ്ങി നിൽക്കാത്ത സാഹചര്യം ഉണ്ടാവുകയും അള്ളാഹുവിൽ പങ്കുചേർക്കാത്ത അവസ്ഥ ഉണ്ടാവുകയും ചെയ്താൽ, ഏതൊരു മനുഷ്യനാണോ പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു. രണ്ട് കാര്യമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ശിർക്കില്ലാത്ത വ്യക്തിയുടെ പ്രാർത്ഥനയാണ് അള്ളാഹു സ്വീകരിക്കുന്നത്. അതേപോലെ തന്നെ രണ്ട് വ്യക്തികൾ തമ്മിൽ തെറ്റി പിണങ്ങി
പരസ്പരം മിണ്ടാതെ നിൽക്കുന്നുവെങ്കിലും അവരുടെയും പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കില്ലെന്നാണ് അവരോട് പറയും. അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുമെത്രയും അവർ രണ്ടുപേരും നേരാകുന്നത് വരെ, ശരിയാകുന്നത് വരെ, പരസ്പരം അവർ മിണ്ടുന്നത് വരെ അവരുടെ വിഷയത്തിൽ കാത്തു നിൽക്കണമെന്ന് പറയുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ ഓർമ്മപ്പെടുത്തുകയാണ്. റമദാൻ മാസത്തിൽ ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഈ സന്ദർഭങ്ങളൊക്കെ അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രത്യേകമായി എടുത്തു പറഞ്ഞ സന്ദർഭങ്ങളാണ്. ആ സന്ദർഭങ്ങളെ നോക്കി അള്ളാഹുവിലേക്ക് നമ്മുടെ ആവശ്യങ്ങൾ പറയാൻ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ജനങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയാത്ത, നമ്മുടെ കൂടെയുള്ളവർക്ക് പരിഹരിക്കാൻ കഴിയാത്ത ഒരുപാട് ആവശ്യങ്ങൾ എനിക്കും നിങ്ങൾക്കുമുണ്ട്. അതുകൊണ്ട് ഈ സന്ദർഭങ്ങളെ പ്രത്യേകമായി കണ്ടുകൊണ്ട് പറയാനുള്ളൊരു ശ്രദ്ധ ഉണ്ടാവണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കുന്ന ചില പ്രാർത്ഥനകളും അള്ളാഹുവിന്റെ പ്രവാചകൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ അതിൽ എടുത്തു പറഞ്ഞ ഒന്ന് നിസ്കാരത്തിലെ പ്രാരംഭ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്ന ഒരു ചെറിയ വചനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിസ്കരിക്കുന്ന സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇത് ഖാല റജുൽ മിനൽ ഖൗമി, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ പറഞ്ഞു, അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീല എന്ന പ്രാർത്ഥന പ്രാരംഭ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി ഒരാൾ പറയുന്നത് പ്രവാചകൻ കേട്ടു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനിൽ ഖായിൽ കലിമതൻ, പ്രവാചകൻ ചോദിച്ചു ആരാണ് ആ വാക്ക് പറഞ്ഞത്? അല്ലാഹുവിന്റെ പ്രവാചകനോട് ആ മനുഷ്യൻ പറഞ്ഞു, അന യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ഞാനാണ് പറഞ്ഞത്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് എന്താണെന്നോ, അജിബ്തു ലഹാ, ആ വിഷയത്തിൽ അത്ഭുതമുണ്ടായിരിക്കുന്നു. ഫുതിഹത് ലഹാ അബ്വാബുസ് സമായി, ആകാശത്തിന്റെ കവാടങ്ങൾ അതിനു വേണ്ടി തുറക്കപ്പെട്ടിരിക്കുന്നു എന്ന്. എന്നിട്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫമാ തറക്തുഹുന്ന മുൻദു സമിഅതു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, പ്രവാചകൻ അത് പറഞ്ഞതിനു ശേഷം ഞാൻ ഒരിക്കലും എന്റെ പ്രാർത്ഥനയിൽ നിന്ന് അത് ഒഴിവാക്കിയിട്ടില്ല എന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന 601-ാമത്തെ ഹദീസിൽ നമുക്ക് വായിക്കാൻ സാധിക്കാണ്. ലളിതമായ പ്രാർത്ഥന, നമുക്കറിയാവുന്ന പ്രാർത്ഥനയാണ്. നിസ്കാരത്തിന്റെ പ്രാരംഭ പ്രാർത്ഥനയിൽ അത് ഉൾപ്പെടുത്തിയാലും വലിയ അനുഗ്രഹമായിട്ടാണ് ഇവിടെ എടുത്തു പറയുന്നത്. അതേപോലെ തന്നെ നിഷ്കളങ്കമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാ, ഇഖ്ലാസോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാലും അവന്റെ മുമ്പിൽ ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാനും ഇതേപോലെയുള്ള പ്രാർത്ഥനകൾ നിർവഹിക്കാനും ഒക്കെ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അറിയാത്ത പ്രാർത്ഥനകളില്ല, അറിയാത്ത വാചകങ്ങളില്ല. പക്ഷെ എത്ര അവസരങ്ങളാണ് നമ്മിൽ നിന്ന് നഷ്ടമായത്. വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട സംഗതിയാണ്. അതേപോലെ തന്നെ ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന ചില പ്രവർത്തനങ്ങളും സന്ദർഭങ്ങൾ കൂടി അള്ളാഹുവിന്റെ പ്രവാചകൻ വീണ്ടും നമുക്ക് പറഞ്ഞു തന്നത് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ളുഹറിന് മുമ്പുള്ള സുന്നത്ത് നമസ്കാരം എന്ന് പറയുന്നത്, അല്ലെ? ളുഹറിന്റെ മുമ്പ് ജമാഅത്ത് നമസ്കാരം നിർവഹിക്കുന്ന, ഫർള് നമസ്കാരം നിർവഹിക്കുന്നതിന്റെ മുമ്പ് ആരെങ്കിലും 4 റക്അത്ത് ആരെങ്കിലും സുന്നത്ത് നമസ്കാരം നിർവഹിച്ചാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, നോക്കുമെങ്കിലും തുഫ്തഹു ഫീഹാ അബ്വാബുസ് സമാ, ആകാശത്തിന്റെ കവാടങ്ങൾ ആ സന്ദർഭങ്ങളിൽ അവന് വേണ്ടി തുറക്കപ്പെടും. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയണേ, ആ സന്ദർഭത്തിൽ എന്റെ സൽക്കർമ്മങ്ങൾ അള്ളാഹുലേക്ക് ഉയരാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. അതുകൊണ്ട് ളുഹറിന്റെ മുമ്പ് 4 റക്അത്ത് സുന്നത്ത് നമസ്കാരം നിർവഹിക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ പരമാവധി ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ ഫർള് നമസ്കാരം പ്രതീക്ഷിച്ചുകൊണ്ട് പള്ളിയിൽ കാത്തിരിക്കുന്നവർക്ക് ആ സമയം അത്രയും അള്ളാഹുവിന്റെ ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും. അതുകൊണ്ട് പള്ളിയിൽ നമ്മൾ ഒരു നമസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുമ്പോ ആ സന്ദർഭങ്ങൾ അശ്രദ്ധമായി വർത്തമാനം പറഞ്ഞിരിക്കാനുള്ള സമയമില്ല. നേരെ മറിച്ച് ആ സമയത്ത് അള്ളാഹുവിനോട് നമ്മുടെ ആവശ്യങ്ങൾ പറയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞില്ലേ, അള്ളാഹുവിന്റെ പ്രവാചകന് വളരെ കൃത്യമായി ആ സന്ദർഭത്തെ നമുക്ക് ഓർമ്മപ്പെടുത്തുകയും ചെയ്തു തന്നിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ പ്രത്യേകമായി മലക്കുകൾ ആ ഇരിക്കുന്നവർക്ക് വേണ്ടി, നിസ്കാരം പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയും
പ്രാർത്ഥിക്കുമെന്ന് പോലും അള്ളാഹുവിന്റെ പ്രവാചകന് ഓർമ്മപ്പെടുത്തിയത് നമുക്ക് ഇബ്നു മാജ ഉദ്ധരിക്കുന്ന 801 ഹദീസിൽ വായിക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ആരുടെ മുമ്പിലാണ് പ്രിയപ്പെട്ടവരെ ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നത്? നീതിമാനായ ഭരണാധികാരിയുടെ മുമ്പിൽ. നോമ്പുകാരൻ നോമ്പ് തുറക്കുന്ന സന്ദർഭത്തിൽ, ആക്രമിക്കപ്പെടുന്നവൻ പ്രാർത്ഥിക്കുന്ന സന്ദർഭം, അവരുടെ മുമ്പിലൊക്കെ ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുമെന്നാണ്. മൂന്നാളുകളുടെ പ്രാർത്ഥന ഒരിക്കലും തള്ളപ്പെടുകയില്ല. അൽ-ഇമാമുൽ ആദിൽ, നീതിമാനായ ഭരണാധികാരിയും, വസ്വായിമു ഹീന യുഫ്തിറു, നോമ്പുകാരൻ നോമ്പ് തുറക്കുന്ന സന്ദർഭത്തിലുള്ള പ്രാർത്ഥന, വദഅവത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന, യർഫഉഹാ ഫൗഖൽ ഗമാം, മേഘങ്ങൾക്ക് മുകളിൽ അത് വഹിക്കപ്പെടുമെന്നാണ്. ആകാശത്തിന്റെ കവാടങ്ങൾ അതിനുവേണ്ടി തുറക്കപ്പെടും. എന്നിട്ട് അല്ലാഹു പറയും എത്രയും, എന്റെ പ്രതാപം തന്നെയാണ് സത്യം, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും ശരി നിന്നെ ഞാൻ സഹായിക്കുമെന്ന്. ദാവത്തിന്റെ ഇവിടെ ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയുമായി ബന്ധപ്പെടുത്തിയാണ് ആ കാര്യം പറയുന്നത്. നാം ആരെയെങ്കിലും ആക്രമിക്കുന്നുവെങ്കിൽ അവന് ഇങ്ങോട്ടൊന്നും പ്രതികരിക്കാനുള്ള ശേഷിയില്ലെങ്കിൽ അവന്റെ ഒരു നിശ്വാസം മാത്രം മതി പ്രിയപ്പെട്ടവരെ നമുക്കെതിരെ അള്ളാഹു പ്രതികാരം ചെയ്യാൻ. അതാണ് അള്ളാഹുവിന്റെ പ്രവാചകന് ഈ ഹദീസിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതേപോലെ തന്നെ വിശ്വാസി മരണപ്പെട്ടാലും ആ വിശ്വാസിയുടെ ആത്മാവുകൾ ആകാശ കവാടങ്ങൾ തുറക്കപ്പെട്ട് അതിനപ്പുറത്തേക്ക് പോകുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സുദീർഘമായ ഹദീസിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി ജാഗ്രതയോടുകൂടി നാം ഇടപെടുകയും ഈ സന്ദർഭത്തെ പരമാവധി ഉപയോഗപ്പെടുത്തുകയും അങ്ങനെ നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിലേക്ക് പറഞ്ഞ് അതെല്ലാം വാങ്ങാനുള്ള ശ്രദ്ധയും ജാഗ്രതയും നമുക്കുണ്ടാവണം. എങ്കിലേ അള്ളാഹുവിന്റെ അടുക്കലേക്ക് സമാധാനത്തോടുകൂടി പോവാൻ കഴിയുള്ളൂ. ഇതിൽ പ്രത്യേകമായി നാം പരിഗണിക്കേണ്ടത് നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ, സ്വർഗത്തിലേക്ക് പ്രവേശനം കിട്ടാൻ, നരകത്തുനിന്ന് മോചനം കിട്ടാൻ. ഇത്തരം കാര്യങ്ങളൊക്കെ ആത്മാർത്ഥമായി ഇത്തരം സന്ദർഭങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ട് റബ്ബിലേക്ക് അടുക്കാൻ നമുക്ക് കഴിയണം. സർവശക്തൻ ഇത്തരം സന്ദർഭങ്ങളൊക്കെ പരമാവധി ഉപയോഗപ്പെടുത്തുന്ന, അതിന് തൗഫീഖ് ലഭിക്കുന്ന നല്ലവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ തയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ മൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ വലാഖിബത്തു ലിൽ മുത്തഖീൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുകയും ആ പ്രാർത്ഥനകൾ അല്ലാഹുവിലേക്ക് ഉയരാൻ അല്ലാഹുവിന്റെ സംവിധാനമായ ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയും ചെയ്യുന്ന ചില സന്ദർഭങ്ങളും ചില സാഹചര്യങ്ങളും ചില കർമ്മങ്ങളുമാണ് സൂചിപ്പിച്ചത്. പരമാവധി ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നോർമ്മപ്പെടുത്താൻ. ഇത്തരം കാര്യങ്ങളിലൊക്കെ നമുക്കൊരു ശ്രദ്ധയും ജാഗ്രതയും ഉണ്ടാവണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള അറിവുകൾ നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുക എന്നുള്ളത് പ്രധാനമാണ്. എത്രയോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളരെ ലളിതമായി വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യങ്ങൾ അറിയാതെയാണ് നമ്മൾ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അറിയാനും പഠിക്കാനൊക്കെ ഉള്ള ശ്രദ്ധ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവണം എന്ന് പ്രത്യേകമായി എന്ത് ചെയ്യാണ് ഓർമ്മപ്പെടുത്താൻ. പഠിക്കാനുള്ള ഒരുപാട് അവസരങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം, ഏറ്റവും നന്മയിൽ ഉപയോഗപ്പെടുത്തണം. അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് CRE എന്ന് പറഞ്ഞ് എല്ലാ ആഴ്ചയിലും നടക്കുന്ന ക്ലാസ് ഉണ്ട്. നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിൽ, നമ്മുടെ മദ്രസയിൽ വെച്ച്, പള്ളിയിൽ വെച്ച് എല്ലാ ഞായറാഴ്ചയും 10 മണിക്ക് ശേഷം ക്ലാസ് നടക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ കുട്ടികളെ, പ്രത്യേകിച്ച് ഹൈസ്കൂളിൽ അവിടെ നിന്ന് അങ്ങോട്ട് മുകളിലേക്കൊക്കെ പഠിക്കുന്ന, മദ്രസയിൽ പഠിക്കാത്ത കുട്ടികളെ അതിലേക്ക് പറഞ്ഞയക്കാനുള്ള ശ്രദ്ധ രക്ഷിതാക്കൾക്കുണ്ടാവുന്നത്. പ്രത്യേകമായ പുസ്തകം തന്നെ നമസ്കാരവുമായി ബന്ധപ്പെട്ട് കുട്ടികൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയ ഒരു സിലബസ് പുസ്തകം തന്നെ സ്റ്റുഡൻസ് അതിനുവേണ്ടി ഇറക്കിയിട്ടുണ്ട്. അപ്പൊ അത് വ്യവസ്ഥാപിതമായി പഠിപ്പിക്കുന്ന ക്ലാസ്സിലേക്ക് നിങ്ങളുടെ മക്കളെ പറഞ്ഞയക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, ഇൻഷാ അല്ലാഹ് എല്ലാ ബുധനാഴ്ചയും മഗ്‌രിബിന് ശേഷം മരണം
മരണാനന്തര കർമ്മങ്ങൾ, ഉള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി പഠിക്കാനുള്ള ഒരവസരം ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ പള്ളിയിൽ ഒരു പഠന ക്ലാസ് എന്ന നിലയ്ക്ക് എല്ലാ ബുധനാഴ്ചയും മഗ്‌രിബിന് ശേഷം സംഘടിപ്പിച്ചിട്ടുണ്ട്. ആ ക്ലാസ്സിലും നിങ്ങളെല്ലാവരും പങ്കെടുക്കണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അത്തരം ക്ലാസ്സുകളിലൊക്കെ പങ്കെടുക്കുമ്പോഴാണ് നമ്മൾ ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയുമ്പോൾ നമുക്ക് കൊണ്ടുപോകാനുള്ളത് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ബാക്കിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് സ്വതക്കത്തും ജാരിയ എന്ന് പറയുന്നത്. തന്നെ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചാണ് അതിന്റെ പ്രാധാന്യവും മഹത്വമൊക്കെ. നിങ്ങളെല്ലാവരും അതിനെക്കുറിച്ച് ബോധവാന്മാരാണ്, നമ്മളൊക്കെ ബോധവാന്മാരാണ്. ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളുമൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായം ചെയ്തുകൊണ്ടത് പൂർത്തിയാക്കാനുള്ള ശ്രദ്ധ ഉണ്ടാവണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തണം. അല്ലാഹു സഹായിക്കുമാറാകട്ടെ. إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين.